എലീശയുടെ അസ്ഥികൾ പ്രത്യേകമായിരുന്നില്ല. അവയ്ക്ക് പ്രത്യേക ശക്തികളൊന്നുമില്ലായിരുന്നു. ഒരു പ്രവാചകന്റെയോ അപ്പോസ്തലന്റെയോ വിശുദ്ധന്റെയോ ഒരു അവശിഷ്ടത്തിനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അമാനുഷിക കഴിവില്ല. മരിച്ചവരിൽ നിന്ന് ആളുകളെ യഥാർത്ഥത്തിൽ തിരികെ കൊണ്ടുവരാൻ ദൈവത്തിന് മാത്രമേ ശക്തിയുള്ളൂ. ദൈവത്തിന്റെ പ്രവാചകൻ മരിച്ചെങ്കിലും പ്രവാചകന്റെ ദൈവം എപ്പോഴും എന്നപോലെ ജീവിച്ചിരുന്നുവെന്ന് രാജാവിനെയും എല്ലാ ഇസ്രായേലിനെയും ഈ അത്ഭുതം ഓർമ്മിപ്പിച്ചു. എലീശായുടെ സാന്നിധ്യം പോയെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം പോയില്ല. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നയീനിലെ വിധവയുടെ മകൻ, യായിറസിന്റെ മകൾ, സാരഫാത്തിലെ വിധവയുടെ മകൻ, ശൂനേംകാരത്തിയുടെ മകൻ എലീശയുടെ അസ്ഥികളിൽ സ്പർശിച്ചപ്പോൾ ഉയർപ്പിക്കപ്പെട്ട ഈ അജ്ഞാത മനുഷ്യൻ എല്ലാവരും വീണ്ടും മരിച്ചു. ഇവയെല്ലാം പുനരുജ്ജീവനങ്ങളായിരുന്നു. അതായത് ആ വ്യക്തി മരിച്ചുപോയ അവരുടെ പഴയ മർത്യശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു. ഭൗതിക ശരീരം ഉയർപ്പിക്കപ്പെട്ടു, സുഖപ്പെടുത്തി, പുനഃസ്ഥാപിക്കപ്പെട്ടു, ജീവൻ നൽകി. ജീർണതയുടെ പ്രക്രിയ മാറ്റിമറിച്ചു. വ്യക്തിയുടെ ആത്മാവ് അവരുടെ ശരീരവുമായി വീണ്ടും ഒന്നിച്ചു. ദൈവം മരിച്ചവരെ പുനരുജ്ജീവിപ്പിച്ചതിന്റെ ഈ ഉദാഹരണങ്ങൾ ജീവൻ പുനഃസ്ഥാപിക്കാനുള്ള കഴിവും ആഗ്രഹവും അവനുണ്ടെന്ന് നമ്മെ കാണിക്കുന്നു. വിശ്വാസികളുടെ ശരീരങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അവസാന നാളുകളിൽ വരാനിരിക്കുന്ന ഭാവി പുനരുത്ഥാനങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ഇവരെല്ലാം ഒടുവിൽ രണ്ടാമതും മരിച്ചു. ഇത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മരിച്ചുപോയ ഒരു പ്രവാചകന്റെ അസ്ഥികളുമായി സമ്പർക്കം മൂലം ഒരു മനുഷ്യൻ ജീവനിലേക്ക് തിരികെ വരുന്നത് ദൈവത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ കാര്യമായി മനസ്സിലാക്കണം. എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അവ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഇസ്രായേലിനെ തന്റെ വാഗ്ദാനങ്ങൾ ഓർമ്മിപ്പിക്കാനും അവൻ അവരെ ഒരിക്കലും പരാജയപ്പെടുത്തിയിട്ടില്ലെന്നും അവരുടെ കണ്ണുകൾ അവനിലായിരിക്കാനും അവൻ പഴയ അസ്ഥികൾ ഉപയോഗിച്ചു.